ഇതൊക്കെ നമ്മൾ തന്നെ പഠിക്കണോ? പിന്നെ അല്ലാണ്ട് ഇതിന്റെ അച്ഛൻ വരുമോ? ദേവിക, തന്നെ ഈ വർഷത്തെ ലീഡറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ മിസ്സേ, ഞാൻ ഇൻട്രോവേർട്ടാ. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നേ, ശരിയായിക്കോളൂ. അല്ല, എനിക്ക് ഒന്നും പറയണ്ട, നാളെ തൊട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലാസ്സിലെത്തിക്കോണം. എടാ, ഒച്ച ഉണ്ടാക്കല്ലേ, പതിയെ സംസാരിക്കുക പ്ലീസ്. ഇന്ന് ലീഡർ ആയതല്ലേ ഉള്ളൂ, അതിനു മുന്നേ ഭരണം തുടങ്ങിയാ നീ. എടാ അതല്ല, അവര് എന്തൊരു ബഹളമാടോ ഈ ക്ലാസ്. ലീഡർ എന്ത് ചെയ്യേ? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇയാള് പിന്നെ ക്ലാസ് മൈൻഡ് ചെയ്യാനല്ലാണ്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നേ? സീറ്റി പോയിരിക്കടാ. സ്നേഹ, മാത്സ് ഹോംവർക്ക് ഒന്ന് തരൂ, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെന്താ, ഇതാ ഇപ്പൊ കൊണ്ടുവരാം. വേദിക, ഒരു A4 പേപ്പറിൽ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും പേരും ഫോൺ നമ്പറും എഴുതി സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോട്ടോ. ഞാൻ അവിടെ ഉണ്ടാവും. കൊണ്ടുവരാം മിസ്സേ. ഇനിയിപ്പോ നീ ഇത് വെച്ചോ, എന്തായാലും അടി കിട്ടും. ക്ലാസ്സിലെ ബാക്കിയുള്ളവർക്ക് മാർക്ക് കുറഞ്ഞത് പോട്ടെന്ന് നോക്കാം. ലീഡറിന് തന്നെ മാർക്ക് കുറഞ്ഞ എങ്ങനെയാ? തന്നെ കണ്ടല്ലേ ബാക്കിയുള്ളവർ പഠിക്കുന്നത്. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തൊരു കഷ്ടമായത്, എല്ലാവരും ലീഡറിനെ കണ്ടല്ലേ പഠിക്കൂ. ഞാൻ അപ്പഴേ പറഞ്ഞതാ വേണ്ടെന്ന്. നീ എന്താടി ഇവിടെ നിൽക്കുന്നേ? ബിന്ദു മിസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാടി. അരമണിക്കൂറായി, പുള്ളിക്കാരനെ കാണാനും ഇല്ല. ലഞ്ച് ബ്രേക്ക് ഇപ്പൊ കഴിയുകയും ചെയ്യും. ബുക്സ് കൊണ്ട് സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടുണ്ട് മിസ്സേ. ലൈബ്രറിയുടെ കീ എവിടെ? ലൈബ്രറിയുടെ കീ എടുത്തില്ല. പിന്നെ എന്തോത്തിനാ താൻ ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ എടുത്തോണ്ട് വരാം, ചൂടാവില്ല. ലീഡർ എന്നെ ലിപ്സ്റ്റിക് ഇട്ട് വന്നാൽ ബാക്കി പിള്ളേർ അത് കണ്ടു പഠിക്കും. താൻ പോലും ഹോംവർക്ക് ചെയ്യാണ്ട് വന്നാൽ പിന്നെ ബാക്കി പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? IT റൂം ക്ലിയർ ആയിട്ട് ലോക്ക് ചെയ്തിട്ട് പോണെന്ന് പറഞ്ഞതല്ലേ. തന്നെ കണ്ടല്ലേ ബാക്കിയുള്ളവർ. എന്റെ റെസിഗ്നേഷൻ ലെറ്ററാ. എന്നെ കണ്ടിനി ആരും പഠിക്കണ്ട.